പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പ്രിയ സഹോദരങ്ങളെ, അനുഗ്രഹ പ്രവാഹത്തിൻ്റെ കുറുക്കുവഴി എന്ന പരമ്പരയിലെ 3-ാം എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹ പ്രവാഹങ്ങളുടെ 3 പ്രധാന മാർഗങ്ങളെക്കുറിച്ചാണ് ഇന്ന് നാം ധ്യാനിക്കുന്നത്. യേശുവിൽ വിശ്വസിച്ച് ഹൃദയത്തിൽ ദൈവത്തിന് ഇടം നൽകി അവിടുത്തെ വചനമനുസരിച്ച് ജീവിച്ച് ത്രിയേക ദൈവത്തിൻ്റെ കൂട്ടായ്മയിൽ വസിക്കുക എന്നതാണ് 1-ാമത്തെ മാർഗം. നമ്മുടെ കർത്താവ് അരുളി ചെയ്യുന്നു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. യോഹന്നാൻ 14:23. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം നമ്മിൽ വന്ന് വാസമുറപ്പിക്കുന്നതിനേക്കാൾ വലിയൊരനുഗ്രഹം ഇഹലോകത്തിൽ നമുക്ക് ലഭിക്കാനുണ്ടോ? യേശുവിനെ സ്നേഹിച്ച് അവിടുത്തെ വചനമനുസരിച്ച് ജീവിക്കുന്നവരിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം വന്ന് വാസമുറപ്പിക്കും. ഈ ത്രിയേക ദൈവമാണ് നമ്മുടെ എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉറവിടം. അതിനാൽ യേശുവിനെ സ്നേഹിച്ച് അവിടുത്തെ വചനമനുസരിച്ച് ജീവിച്ച് ഉള്ളിനുള്ളിൽ ത്രിയേക ദൈവത്തിന് ഇടം നൽകി അവിടുത്തെ സ്നേഹ കൂട്ടായ്മയിൽ വസിച്ച് രക്ഷയുടെ ആനന്ദം നുകരാനും ജീവിതം അനുഗ്രഹപൂർണവും അനേകർക്ക് അനുഗ്രഹമാക്കി തീർക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹപൂർണമാക്കാനും അനേകർക്ക് അനുഗ്രഹമാക്കി മാറ്റാനുമുള്ള 2-ാമത്തെ മാർഗം ത്രിയേക ദൈവത്തോടൊത്തു വസിച്ച് നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും രക്ഷാകരമാക്കുക എന്നതാണ്. അപ്പോൾ നാം നമുക്ക് മാത്രമല്ല അനേകർക്ക് അനുഗ്രഹമായി മാറും. യഥാർത്ഥത്തിൽ നാം നമുക്ക് വേണ്ടിയുള്ളവരല്ല, അനേകർക്ക് അനുഗ്രഹമായി മാറാനുള്ള ആത്മദാനം ചെയ്യുന്ന സ്നേഹത്തിൻ്റെ ഉടമകളാകേണ്ടവരാണ് നാം. നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും രക്ഷാകരമാക്കുന്നതിന് നമ്മോട് കൂടെയുള്ള വിട്ടുമാറാത്ത ദൈവ സാന്നിധ്യത്തെ അനുസ്മരിച്ച് അവിടത്തോട് നന്ദിയുള്ളവരായിരിക്കാനും അവിടുത്തെ സാന്നിധ്യത്തിൽ സദാ വ്യാപരിക്കാനും പരിശ്രമിക്കുക. രക്ഷാകര ചരിത്രം നിരന്തരം ധ്യാനിച്ചാൽ ഇത് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാകും. ഉദാഹരണമായി, നമ്മോട് കൂടെയുള്ള ഒരിക്കലും വേർപിരിയാത്ത ദൈവ സാന്നിധ്യത്തെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥാധിഷ്ഠിതമായി നാം ധ്യാനിക്കുമ്പോൾ പറുദീസയിലെ ദൈവ സാന്നിധ്യം പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിത്തൂണായും ഇസ്രായേൽ ജനത്തിൻ്റെ കൂടെ നടന്ന ദൈവം, നമ്മുടെ ചരിത്രത്തിൽ ഇമ്മാനുവേലായി തീർന്ന ദൈവം, അവിടുത്തെ കൗദാശിക സാന്നിധ്യം പരിശുദ്ധ കുർബാനയിലൂടെ നമ്മുടെ ഉള്ളിൽ കൂടാരമടിച്ചു വസിക്കുകയും നമ്മുടെ ഇടയിൽ വ്യാപരിക്കുകയും നമ്മെ അങ്ങയിലാക്കി തീർക്കുകയും ചെയ്യുന്ന ദൈവ സാന്നിധ്യം. പ്രിയമുള്ളവരെ, ഈ മഹാരഹസ്യം നാം എത്ര ധ്യാനിച്ചാലും തീരുമോ? ഇപ്രകാരം ധ്യാനിച്ച് ജീവിച്ചാൽ നാം അനുഗ്രഹീതരാകുമെന്ന് മാത്രമല്ല, നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹ പ്രവാഹമായി മാറുകയുമില്ലേ? ഓ ദൈവമേ, ഈ മഹാരഹസ്യങ്ങൾ നിരന്തരം ധ്യാനിച്ച് അങ്ങയുടെ സന്നിധിയിൽ വ്യാപരിക്കാനും ഞങ്ങളുടെ ജീവിതങ്ങളെ അനുഗ്രഹകരവും അനുഗ്രഹ പ്രവാഹവുമാക്കി മാറ്റുവാനും ഞങ്ങളെ സഹായിച്ച് അനുഗ്രഹിച്ചാലും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തൃപ്പാദത്തിലിരുന്ന് ധ്യാനിക്കാം. നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹപൂർണമാക്കാനും അനേകർക്ക് അനുഗ്രഹമാക്കി മാറ്റാനുമുള്ള 3-ാമത്തെ മാർഗം ദൈവത്തിൻ്റെ ഉടമ്പടി സ്നേഹവും വിശ്വസ്തതയും മനസ്സിലാക്കി ദൈവത്തോടും മനുഷ്യരോടും വിശ്വസ്തരായി ജീവിക്കുക എന്നതാണ്. ദൈവജനം തുടരെ ദൈവകൽപ്പന ലംഘിച്ച് ദൈവത്തിൽ നിന്നകന്നു എങ്കിലും വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് വിശ്വസ്തനായി തന്നെ നിലകൊണ്ടു. അവിടുന്ന് അബ്രഹാമിനോട് ചെയ്ത ഉടമ്പടിയിലൂടെ അടിസ്ഥാനമിടുകയും സീനായ് ഉടമ്പടിയിലൂടെ സ്ഥിരീകരിക്കുകയും ചെയ്ത ഉടമ്പടി നവീകരിച്ചുകൊണ്ട് ദാവീദിനോട് ശാശ്വതമായ ഉടമ്പടി ചെയ്തു. ആ ഉടമ്പടി യേശുക്രിസ്തുവിലൂടെ പൂർത്തീകരിച്ചു. യേശുനാഥൻ തൻ്റെ കുരിശിൽ ചിന്തിയ രക്തത്തിലൂടെ ശാശ്വതവും വ്യവസ്ഥകളില്ലാത്തതുമായ
ഉടമ്പടി സ്ഥാപിക്കുകയും തൻ്റെ ഉത്ഥാനത്തിലൂടെ മനുഷ്യകുലത്തെയും സൃഷ്ടപ്രപഞ്ചത്തെ മുഴുവനും ദൈവത്തിൽ ഏകോപിപ്പിക്കുകയും ചെയ്തു. യേശു തമ്പുരാൻ സ്വരക്തം വിലയായി നൽകി ദൈവപിതാവിനു വേണ്ടി പണിത ഭവനമാണ് തിരുസഭയും സഭാഗാത്രത്തിലെ അവയവങ്ങളായ നാം ഓരോരുത്തരുടെയും ഹൃദയങ്ങളും. അതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിനെന്ന് വിശുദ്ധ പൗലോസ്ലീഹ പറഞ്ഞത്. 1 കൊരിന്ത്യർ 6:19-20 വാക്യങ്ങൾ. മനുഷ്യഹൃദയങ്ങൾ ദൈവത്തിന് അവകാശപ്പെട്ട അവിടുത്തെ വാസസ്ഥലമാണ്. അതിനാൽ അതിൽ നിറയേണ്ടത് ദൈവത്തിൻ്റെ ആവാസവും ദൈവസ്നേഹ ചൈതന്യവും ദൈവസ്നേഹത്തെ പ്രതിയുള്ള പരസ്നേഹ പ്രവൃത്തികളുമാണ്. ഇപ്രകാരം നാം ജീവിച്ചാൽ നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടുകയും അനേകർക്ക് ദൈവകൃപ ഒഴുക്കിക്കൊടുക്കുന്ന കൃപയുടെ നീർച്ചാലുകളായി മാറുകയും ചെയ്യും. നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹ പ്രവാഹങ്ങളുടെ 3 പ്രധാന മാർഗങ്ങളെക്കുറിച്ചാണ് ഇന്ന് നാം ധ്യാനിച്ചത്. ഇക്കാര്യങ്ങൾ മനസ്സിലുറപ്പിച്ച് നിരന്തരം ധ്യാനിച്ച് നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹപൂർണമാക്കാൻ നമുക്ക് പരിശ്രമിക്കാം. സർവശക്തൻ നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും. ആമേൻ.